എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് പാവ് ഭാജിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ അത്. പാവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബണ്ണാണ്, അതുപോലെ ഭാജി കറിയും, അങ്ങനെ രണ്ടും കൂടിയായ പാവ് ഭാജിയായി. എന്നാൽ പിന്നെ പാവ് ഭാജി ഒന്ന് ഉണ്ടാക്കാൻ നോക്കാമല്ലേ. ഈ പാവ് ഭാജിക്ക് നമ്മളുടെ അവിയലിൻ്റെ ഒരു ചായ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ കാരണം? അവിയലിൽ ഉപയോഗിക്കണ പോലെ തന്നെ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതന്നെ ഈ പാത്രത്തിൽ കുറേ പച്ചക്കറികളെ കാണാണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി എല്ലാ പച്ചക്കറികളെയും തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാം. തോലൊന്നും കളയില്ലാത്ത പാവം ക്യാപ്സിക്കമിനെയും തക്കാളിനെയും കൂടി ഇതൊന്ന് മാറ്റിയെടുത്ത് വെക്കാം. തോലൊക്കെ കളഞ്ഞ് കഴുകി വെച്ച ചെരങ്ങ, വഴുതന, ഉരുളക്കിഴങ്ങ്, പിന്നെ കോളിഫ്ലവർ, ഇത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടി കുക്കറിൽ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 4 സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് വെക്കുക. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഒന്ന് ഉരുകി ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ജീരകം പൊട്ടിക്കാം. ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സവാള ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളത് അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ 2 തക്കാളി ഉണ്ടായിരുന്നല്ലോ, അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി മൂക്കണ സമയം കൊണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇതൊരു വെള്ളത്തിൽ ഒന്ന് ചാലിച്ചെടുക്കാം. ഇനി ഈ മല്ലിപ്പൊടി മുളക് പൊടി മിക്സിനെയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ചെറുതായി മുറിച്ച ക്യാപ്സിക്കം, ചിരവിയെടുത്ത ക്യാരറ്റും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം തീയിലിട്ട് ഇതിനെ രണ്ടിനെയും വാട്ടിക്കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ വെന്ത് കിട്ടും കേട്ടോ. ക്യാപ്സിക്കമും ക്യാരറ്റും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അങ്ങനെ നന്നായി ഉടച്ചു കൊടുക്കാം. ഈ ഭാജിയിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനാണ് ഇതിനൊക്കെ അങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലിടാനുള്ളതാണ് പാവ് ഭാജി മസാല. പാവ് ഭാജി മസാല എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണേ. അങ്ങനെ പാവ് ഭാജി മസാലയും കൂടി ഇതിലേക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കഷ്ണങ്ങൾ ബാക്കി വെച്ച് വെള്ളം മാത്രം ഈ മസാലയ്ക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും മസാലയും എല്ലാം കൂടി കടന്ന് ഒന്നിങ്ങനെ തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ച കഷ്ണങ്ങളൊക്കെ നന്നായി ഉടച്ചിട്ട് ചമ്മന്തി പോലെ ആക്കണം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ ഈ ഭാജിയിൽ കഷ്ണങ്ങളൊന്നും പാടില്ല എന്ന്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച ഈ കഷ്ണങ്ങളെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മസാലയും ഈ പച്ചക്കറിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിലിട്ടിട്ട് ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ കറിയൊക്കെ റെഡിയാവാനിരുന്ന സമയത്താണ് ഒരു കാര്യം മറന്നു പോയിരുന്നു, പട്ടാണി ഇടാൻ. ഉണങ്ങിയ പട്ടാണിയാണെങ്കിൽ അത് വേവിച്ചിടണം. ഇത് ഫ്രോസൺ ആണ്, അപ്പോൾ അത് അങ്ങനെ ഇട്ടാൽ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ കറിയിലേക്ക് ഈ പച്ച മുത്തുമണികളെയും കൂടി ഇട്ട് കൊടുത്തു. പച്ചപ്പട്ടാണിയാവുകൊണ്ട് അതിന് വലിയ വേവൊന്നുമില്ല. ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാജി ഇപ്പോൾ റെഡിയാവുമേ. 2 മിനിറ്റിനുള്ളിൽ തന്നെ പാവ് ഭാജിയുടെ ഭാജി റെഡിയായി. ഇനി പാവിനെയും കൂടി റെഡിയാക്കണമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് ബണ്ണുകളിനൊക്കെ ഒന്ന് നടുക് മുറിച്ച് വയ്ക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഓരോ ബണ്ണുകളായിട്ട് അതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ബണ്ണുകളൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പാവ് ഭാജിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഭാജി വിളമ്പിയിട്ട് സവാള, മല്ലിയില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ ആവശ്യമുള്ളവർക്ക് പിഴിയാം. എല്ലാവർക്കും ചിലപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടാവില്ല. ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച പാവനെയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാവും ഭാജിയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.